പ്രിയപ്പെട്ട സഹോദരനാണ്. അങ്ങനെ നമ്മുടെ +1 ക്രിസ്മസ് എക്സാം എത്തി നിൽക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രം. ഇനി നിങ്ങൾക്ക് പഠിക്കേണ്ട സമയമാണ്. ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മാത്സിന് ഒരൊറ്റ ദിവസമേ കിട്ടുന്നുള്ളൂ. കുട്ടികൾക്ക് അതൊന്നും പോരാന്നറിയാം, പക്ഷേ നമുക്ക് നിർവാഹമില്ല, വേറെ മാർഗമൊന്നുമില്ല. ഉള്ള സമയം കൊണ്ട് അടിപൊളിയാക്കുക, അതൊന്നും പ്രശ്നമില്ല. ഏത് പ്രശ്നങ്ങളെയും നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് മാനസികമായിട്ട് നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോഴത്തെ എക്സാം ഈ ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം തകർക്കാൻ പറ്റുന്ന അത്രയും തകർക്കണം. നമ്മൾ കൂടെ ഉണ്ടാവും. നമ്മുടെ ക്ലാസ്സുകൾ കാണുക, അടിപൊളിയായിട്ട് ഈ എക്സാമിന് എഴുതാൻ പറ്റും. നിങ്ങളെല്ലാവരിലോട്ടും ഈ കാണുന്ന ഓരോ കുട്ടികളും നമ്മുടെ വ്യക്തികൾ എല്ലാവരും നമ്മളുടെ ഫ്രണ്ട്സിലൂടെ, നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ എല്ലാം ഒന്ന് ഷെയർ ചെയ്യണം. ക്ലാസ് ഗ്രൂപ്പും സ്കൂൾ ഗ്രൂപ്പും എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ എക്സാം വരെ, അത് പബ്ലിക് എക്സാം വരെ നമ്മളുടെ ക്ലാസ്സുകൾ കാണുക. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒരാളിലോട്ടൊന്ന് ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ 10 ചോദ്യങ്ങളാണ് അടിപൊളിയായിട്ട് ചെയ്തു തരുന്നത്. ഇന്ന് തന്നെ ക്ലാസ്സുകൾ ഇനി വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, എല്ലാവരും കാത്തിരുന്ന് ഓരോന്നിരുന്ന് കാണുക. നമുക്ക് ഈ ആദ്യത്തെ ചോദ്യം നോക്കിയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു ഫിഗർ തന്നിട്ട് ഡൊമൈൻ ആൻഡ് റേഞ്ച്. നമ്മളെപ്പോഴും സാധാരണ y = ഒത്തിരി ഡൊമൈൻ റേഞ്ചൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഫിഗറിന് തന്നിട്ട് ഡൊമൈൻ റേഞ്ചും പലർക്കും ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ശരിയാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫിഗർ തന്നിട്ട് ഇതിനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു ഫിഗർ നോക്കിക്കാനായിട്ട് തോന്നുന്ന ഒരു സെമി സർക്കിൾ അല്ലേ? ഓക്കെ, കറക്റ്റാണ്. ഇവിടെ -3, അവിടെ +3. ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും ചിലപ്പോൾ ഇതിലൂടെ ഈ സർക്കിളിൻ്റെ ഇക്വേഷനോട് ചോദിച്ചേക്കാം. ഇപ്പം നമ്മൾ ഡൊമൈൻ റേഞ്ച് നിർത്തുകയാണ് കേട്ടോ. നോക്കിയേ, അപ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള രീതിയിൽ കൂടെ ആൻസർ ചെയ്യാൻ ഒരു ഫിഗറിൽ നിന്നും. ഈ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഓർത്തോണം, എക്സ് ആക്സിസിൽ നിന്ന് മാത്രം എടുക്കുന്നതാണ് മോനെ എക്സ് ആക്സിസിൽ നിന്ന്. നോക്കിക്കേ, ഫിഗർ തന്നെ ഇവിടുന്ന് നമ്മുടെ ഗ്രാഫ് എക്സ് ആക്സിസ് തുടങ്ങുന്നത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ നിൽക്കുക. അപ്പം -3 തൊട്ട് എവിടം വരെയാണ്? +3 വരെ. അങ്ങോട്ടൊന്നും ഗ്രാഫില്ല. അതുകൊണ്ട് ഡൊമൈൻ ഈസ് -3 to +3. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ y ആക്സിസ് എന്നാ. ഇവിടുന്ന് മണ്ടയ്ക്കോട്ട് പോകുന്നുള്ളൂ, താഴോട്ടില്ല. അപ്പോൾ ഇവിടുന്നാണ് നമ്മുടെ റേഞ്ച് തുടങ്ങുന്നത്. ദാറ്റ് ഈസ് 0. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇതും 3 അതും 3, അപ്പോൾ ഇതും 3 ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പോൾ നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to 3. ഓക്കെ ആയി. ഇനി ഇതിൻ്റെ ഇക്വേഷൻ ചോദിച്ചാൽ x² + y² = 3² or x² + y² 9. അത്രമേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് a - a ഇന്റർസെക്ഷൻ b = ഡാഷ്. a - a ഇന്റർസെക്ഷൻ b = ഡാഷ്. ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്, a ഉണ്ട്, b ഉണ്ട്, a - b ഉണ്ട്, a യൂണിയൻ b ഉണ്ട്. ആരായിരിക്കും എളുപ്പം? a - a ഇന്റർസെക്ഷൻ b. നോക്കാം, ഒരു ചെറിയൊരു ഫിഗർ ഞാൻ ഒന്ന് വരച്ച് കാണിക്കാം. ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവരും നോക്കണം. ഇത് നമ്മുടെ a, ഇത് b. a എന്ന് പറയുന്നത് ഇത്രയാണല്ലോ. ഈ എയിൽ നിന്നും ആരെ മൈനസ് ചെയ്യണം? a ഇന്റർസെക്ഷൻ b. ഇതേണ്ടത് ഇവനെ അങ്ങോട്ട് എന്ത് ചെയ്യണം? കളയണം. ഓക്കെ, ഇവനെ കളഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. a - a ഇന്റർസെക്ഷൻ b എന്ന് പറഞ്ഞാൽ ഇയാൾ ആരായിരുന്നു? a - b. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ a - b. മൂന്നാമത്തെ d/dx of x² + 5x + 1 at x = 1. x² + 5x + 1 x = 1 ഡെറിവേറ്റീവ് ആണ്. നമുക്ക് അത് ഡെറിവേറ്റീവ് എടുക്കാം. എല്ലാ കുട്ടികളും എനിക്ക് തോന്നുന്നില്ല സ്കൂളിലെല്ലാം പഠിപ്പിച്ചെന്ന് തോന്നുന്നില്ലേ? കുറച്ച് പേരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ചിലരൊന്നും പഠിപ്പിച്ചിട്ടില്ല. എന്നാലും എക്സാമിനുണ്ടാവും. x² ഡെറിവേറ്റീവ് 2x, 5x ഡെറിവേറ്റീവ് 5 ആണ് കേട്ടോ. x² ഡെറിവേറ്റീവ് 2x, 5x 5, 7x 7, 1000x 1000x, 1,00,000 x ഡെറിവേറ്റീവ് 1,00,000. അപ്പോൾ എന്താ മീനിങ്? എക്സിൻ്റെ കൂടെയുള്ള നമ്പറാണ് എൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ 2x എത്ര 2, 3x എത്ര 3, -4x -4. ഓക്കെ, ഇപ്പോൾ 5x 5. ഈ 1 കണ്ടോ, അത് 0ആയി, കോൺസ്റ്റൻ്റ് ആണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, അത് x = 1 എന്ന് ഈ എക്സിൻ്റെ പ്ലേസിലോട്ട് 1 കൊടുക്കാൻ. അപ്പോൾ 2x എന്നുള്ള എത്ര ആവും? 2 × 1 + 5. 2 × 1 എത്ര? 2 + 5. ആൻസർ ഈസ് 7. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസർ 7. കൃത്യമായല്ലോ. നെക്സ്റ്റ് sin 3x. എല്ലാവരും പഠിച്ചോണ്ട് ഫോർമുലാസുകൾ. എക്സാമിന് ഇങ്ങനെ ഫോർമുല ചുമ്മാ ചോദിക്കും. എല്ലാവർക്കും ചിലപ്പോൾ അറിയത്തില്ല. പിന്നെ ക്ലാസ്സിൽ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതൊക്കെ അറിയാമല്ലോ എങ്ങനെയൊക്കെയാണ് നമ്മുടെ കയ്യിൽ എത്തുന്നതൊക്കെ. അതൊരു അവരുടെ കഴിവുപോലിരിക്കും. sin 3x വാല്യൂ നിങ്ങൾ പഠിക്കുക. 3 sin x - 4 sin cube x മോനെ. ഇതുപോലെ cos 3x, tan 3x ഒക്കെ പഠിച്ചിരുന്നോണം. sin 2x, cos 2x, tan 2x എല്ലാം പഠിച്ചിരുന്നോണം. ഓക്കെ, ഇതെങ്ങനെ ചോദിക്കും. നെക്സ്റ്റ് സെൻറ്റർ ഓഫ് ദ സർക്കിൾ x² + y² - 10x + 6x + 5 = 0. ഈ സർക്കിളിൻ്റെ സെൻറ്ററിനെ കണ്ടുപിടിക്കുക. ഒരു സർക്കിളിൻ്റെ സെൻറ്ററിനെ കണ്ടുപിടിക്കാൻ പല വഴികളുണ്ട്. ഞാൻ അതിൽ ഒരു വഴി എടുക്കുകയാണ്. ഈ വഴിയൊക്കെ പോയി നോക്കുക കേട്ടോ. അപ്പോൾ നല്ലതാണെങ്കിൽ പിന്നെ വേറെ വഴികൾ പോകണ്ടല്ലോ. ഓക്കെ, സെൻറ്ററിനെ എളുപ്പം ചെയ്യാം. എല്ലാവരും ശ്രദ്ധിച്ചോണം. സെൻറ്റർ = എന്ന് എഴുതുമ്പോൾ ഇപ്പം ഒന്നും വേണ്ട കേട്ടോ. ഈ 2 പേരെ നമുക്ക് മതി. മറ്റേവരൊക്കെ ചുമ്മാ വേസ്റ്റ്, ഒരു കാര്യമില്ല. -10x എന്നില്ലയോ? എക്സിൻ്റെ കൂടെ അപ്പോൾ -10. ശരിയാണല്ലോ, -10.
അതിനൊന്ന് പകുതി എടുത്ത് -10ൻ്റെ പകുതി എളുപ്പം -5 സൈൻ മാറ്റിക്ക് +5 ഓക്കെ ആദ്യത്തെ കിട്ടിയേ. രണ്ടാമത് വൈയുടെ കൂടെ ആരാ നോക്കിക്കേ, ഇത് വൈ ആണേ. വൈയുടെ കൂടെ ആരാ 6 പകുതി എടുത്താൽ 3 സൈൻ മാറ്റുമ്പോൾ -3 കിട്ടി. കഴിഞ്ഞു കേട്ടോ പോലെ എല്ലാം കഴിഞ്ഞേ. നമ്മളിനി വേറെ വഴി കൂടെ പോയെന്ന് ഇത്ര എളുപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രസത്തില്ല. അപ്പോൾ നമ്മുടെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ -10 എടുക്കുക, പകുതി എടുക്കുക, സൈൻ മാറ്റുക. വൈയുടെ കൂടെ കിടക്കുന്ന 6 പകുതി എടുക്കുക, സൈൻ മാറ്റുക, കിട്ടി. ഓക്കെ, നെക്സ്റ്റ് സം ഓഫ് ദ കോഎഫിഷ്യൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കാത്തോ നിങ്ങളെങ്കിൽ കാണാത്തൊരു ക്വസ്റ്റനാണ്. നമ്മുടെ ക്ലാസ് എന്ന് പറയാൻ വെറൈറ്റിയും ഇമ്പോർട്ടൻറ്റും ഉറപ്പായിട്ടുള്ളതൊക്കെയാണ് തരുന്നത്. സിമ്പിൾ മെത്തേഡ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ തോന്നലാണ്. നോക്കാം. സം ഓഫ് ദ കോഎഫിഷ്യൻസ് ഓഫ് 2 + x ഹോൾ റേഷ്യോ 4. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് കുറേ ടൈംസ് കിട്ടും. 5 ടൈംസ് കിട്ടുമ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ a + b ഹോൾ റേഷ്യോ 4. ഇത്തിരി പ്രശ്നമല്ലേ? ക്ലാസ്സിനെയും വരും കണ്ടോണം കേട്ടോ. 2 + x ഹോൾ റേഷ്യോ 4നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് 5 ടേംസ് കിട്ടും. ഈ 5 ടേംസിലെയും ഈ കോഎഫിഷ്യൻസുകൾ എന്ന് പറയുക എക്സിൻ്റെ കൂടെയുള്ള നമ്പറുകളെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര ആയിരിക്കും അതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ മോനെ. ഈ എക്സിൻ്റെ പകരം അങ്ങോട്ട് 1 എന്ന് കൊടുക്കണം. ഓക്കെ, എക്സിൻ്റെ പകരം എല്ലാ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കേട്ടോ. സം ഓഫ് ദ കോഎഫിഷ്യൻസ്. അപ്പോൾ 2 + 1 റേഷ്യോ 4. 2 + 1 എത്ര മോനെ? 3. 3 റേഷ്യോ 4. ആൻസർ ഈസ് 81. ഓക്കെ ആണല്ലോ. ഏഴാമത്തെ ചോദ്യത്തിലോട്ട് കയറുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉറപ്പായിട്ടുള്ള ക്വസ്റ്റനാ പഠിച്ചോണം. R = സെറ്റ് ഓഫ് ഓൾ xy such that x is a natural number less than 5 and y = x² + 1. റൈറ്റ് ദ റിലേഷൻ ഇൻ റോസ്റ്റർ ഫോം. ഈ തന്നിരിക്കുന്ന പോലെ സെറ്റ് ബിൽഡർ ഫോം ആണേ. റോസ്റ്റർ ഫോം എഴുതുക എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഉള്ളൂ. രണ്ട് R = ഇങ്ങനെ കുറേ ഓടേഡ് പേരിന് എഴുതണം. ഇങ്ങനെ അങ്ങോട്ട് വലിയ കാര്യമാണ്, വളരെ എളുപ്പമാണ്. നോക്കിക്കോണേ. നമ്മൾ ആദ്യം x is a എന്ത് നമ്പറാണ്? നാച്ചുറൽ നമ്പർ. ലെസ് ദാൻ 5. എളുപ്പം എന്ന് പറയാൻ 5 താഴെയുള്ള NL സംഖ്യകൾ നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4. ഓക്കെ, ഇവിടെ തൊട്ട് 1 എഴുതുക, 2 എഴുതുക, 3 എഴുതുക, ഒന്നോട് നോക്കിയിട്ട് 4 എഴുതുക. ക്ലിയർ ആണല്ലോ? ആദ്യത്തെ നമ്പറായിട്ട് ഓരോ 4 ഓടേഡ് പേർ. കാരണം 5 താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് 4 എണ്ണോ 1 2 3 4. അപ്പോൾ 4 ബ്രാക്കറ്റ്സ്. 4 ബ്രാക്കറ്റ്സിലെയും ഫസ്റ്റ് ആൾക്കാർ ഇവരെ നിരന്നിരിക്കുന്ന കണ്ടോ? 1 2 3 4. സെക്കൻഡ് ആൾക്കാർ ഇപ്പോൾ അമ്മമാർ വിളിച്ചുകൊണ്ട് വരും. നോക്കിക്കോണം എങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നേ. ഈ എക്സിന് ആദ്യം ഇവിടെ 1 എന്ന് കൊടുത്താൽ 1. 1ൻ്റെ സ്ക്വയർ എത്ര? 1. 1 + 1 2. ഓക്കെ, നെക്സ്റ്റ് ഈ 2 എന്നുള്ള ഇവിടെ കൊടുക്കുമ്പോൾ 2ൻ്റെ സ്ക്വയർ 4 + 1 5. 3 എന്ന് കൊടുക്കുമ്പോൾ 3ൻ്റെ സ്ക്വയർ + 1 10 മോനെ. 3ൻ്റെ സ്ക്വയർ 9 + 1. 4 കൊടുക്കുമ്പോൾ 4ൻ്റെ സ്ക്വയർ എത്ര? 16 + 1 17. കഴിഞ്ഞു മോനെ. ഇത്രയേ ഉള്ളായിരുന്നു. എന്തായാലും എളുപ്പം അല്ലേ? വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾ കാണുന്നതിൽ ഏറ്റവും സിമ്പിൾ മെത്തേഡ്സ് ആയിരിക്കും. ഏതൊരു കുട്ടിയും പഠിക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അടിപൊളിയായിട്ട് അങ്ങോട്ട് പഠിക്കാം. ഫുൾ മാർക്ക് പബ്ലിക് എക്സാമിന് കിട്ടും. പിന്നെ അടുത്ത വർഷം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ട. ഓക്കെ, ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാതെ പഠിക്കാനുള്ള രീതിക്കുള്ള ക്ലാസ്സാണ്. അതിന് ജോയിൻ ചെയ്യുക. ഒത്തിരി കുട്ടികൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ജോയിൻ ചെയ്യാം. നമ്മുടെ റിവിഷൻ ക്ലാസ് വിത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാക്കേജ് ഉൾപ്പെടെ കിട്ടും. ഫുൾ മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. ബാക്കി ക്ലാസ്സിലോട്ട് കയറാം. ഓക്കെ, നെക്സ്റ്റ് 1 + i ഹോൾ സ്ക്വയർ ഇൻ a + ib ഫോം. 1 + i ഹോൾ സ്ക്വയറിനെ a + ib ഫോമിനോട് മാറ്റാം. ഒരു കുഴപ്പമില്ല, വളരെ സിമ്പിൾ. a + b ഹോൾ സ്ക്വയർ. a + b ഹോൾ സ്ക്വയർ a² + 2ab + b². 3 ടൈംസ്. അപ്പോൾ 1 + i ഹോൾ സ്ക്വയർ ആകുമ്പോൾ 1² + 2 × 1 × i + i² അല്ലേ ഇതിനുണ്ട്. a² 2ab b² കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ 1² 1 2 × 1 × i 2i i² എത്ര? -1. ഓക്കെ, 1 - 1 അങ്ങ് വെട്ടിപ്പോയി മോനെ. ഇതും വെട്ടിപ്പോയി കഴിഞ്ഞാൽ 2i. ഇതിനെ നമുക്ക് 0 + 2i. അപ്പോൾ a + ib. റിയൽ പാർട്ട് 0, ഇമാജിനറി പാർട്ട് ഈസ് 2. ഓക്കെ, നെക്സ്റ്റ് ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ f of x = x/x + 3. ഇതിനെ ഡൊമൈനെ കണ്ടുപിടിക്കുക. ഇത് ഫ്രാക്ഷൻ ഫോമാണ്. ഫ്രാക്ഷൻ ഫോം വന്നാൽ ഡൊമൈൻ കണ്ടുപിടിക്കാൻ ഇവനെ കണ്ടുണ്ട്. അവനാ പ്രശ്നക്കാരൻ. അവനെ പിടിച്ചങ്ങോട്ട് 0 ആക്കണം. ഓക്കെ, അപ്പോൾ x + 3 = 0. അപ്പോൾ x എത്ര കിട്ടും മോനെ? -3. therefore ഡൊമൈൻ എന്താ എഴുതേണ്ടത് നോക്കിക്കോണം. r - set -3. കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഡൊമൈൻ ഓഫ് ദിസ് ഫംഗ്ഷൻ ഈസ് r - set -3 എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് -3. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. y = 10x. y² = 10x ഈസ് എ ഇക്വേഷൻ ഓഫ് പരാബോള. എല്ലാവർക്കും അറിയാമല്ലോ പരാബോള, എലിപ്സ്, ഹൈപ്പർബോളയൊക്കെ. അതിൽ y² 10x ഈസ് എ ഇക്വേഷൻ ഓഫ് പരാബോള. ദെൻ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം മറന്നുപോയോ? ലാറ്റസ് റെക്റ്റത്തിൻ്റെ ഫോർമുല 4 എന്നാണ് കേട്ടോ. നിങ്ങളിവിടെ നോക്കേണ്ട ഈ നമ്പർ കണ്ടവനെ 10. അതാണ് ആൻസർ. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ലാറ്റസ് റെക്റ്റത്തിൻ്റെ ഫോർമുല എന്ന് നിങ്ങൾ ഉപയോഗിക്കണമെന്നില്ല. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആ എക്സിൻ്റെ കൂടെ ഉള്ള നമ്പർ ആരാ നോക്കണം. 10 ആണെങ്കിൽ 10.
അപ്പോൾ ഇവിടെ -10 ആണെങ്കിലോ -10 എന്ന് എഴുതരുത്, 10 എന്ന് എഴുതാവുള്ളൂ. നെഗറ്റീവ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല, അതൊരു ലെങ്ത് ആണ്. അപ്പോൾ ആ 10 പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും പ്ലസ്സിൽ എഴുതുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ കുട്ടി ക്ലാസ് കഴിഞ്ഞു ഉടൻ തന്നെ എത്തും. മാക്സിമം കാണുക, എല്ലാവരോടും ഷെയർ ചെയ്യുക. ഒരാൾ പോലും ഒരു ഷെയർ ചെയ്യാൻ മടിക്കേണ്ട, നമ്മുടെ അനുഗ്രഹം കൂടുണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, എല്ലാവരും സീരിയസ് ആയിട്ട് പഠിക്കുക. ടൈം നമ്മൾ ഓരോന്നും സ്പെൻഡ് ചെയ്യുന്നത് പ്രയോജനത്തിനായിരിക്കണം. ഓക്കെ, ഗുഡ് ബൈ.